ഏതൊരു ലാംഗ്വേജ് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം എഴുതുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ഹലോ വേൾഡ് ആയിരിക്കും, അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സി പ്രോഗ്രാം. നമുക്ക് പ്രോഗ്രാമിനെ ഒന്ന് അനലൈസ് ചെയ്യാം. The first line is hash include stdio.h int main parenthesis, ബ്രാക്കറ്റിനെയാണ് നമ്മൾ parenthesis എന്ന് പറയുന്നത്. പിന്നെ ഡബിൾ ബ്രേസിന്റെ ഇടയിൽ printf hello world semicolon return 0 semicolon. നമുക്ക് നോക്കാം ഈ ഒരു സി പ്രോഗ്രാമിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്സ് എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ഫസ്റ്റ് വൺ, ഹാഷ് ഇൻക്ലൂഡ്, അതായത് പ്രീ പ്രോസസർ. ഹാഷ് ഇൻക്ലൂഡിന്റെ ടാസ്ക് എന്താണ്, ഫംഗ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ പ്രോഗ്രാമിന്റെ എൻവയോൺമെന്റിനെ ഇനീഷ്യലൈസ് ചെയ്യാം. അതായത് നമ്മളുടെ പ്രോഗ്രാമില് കുറച്ച് ഹെഡർ ഫയൽസ് ഉണ്ട്, ആ ഹെഡർ ഫയൽസുമായിട്ട് കണക്ട് ചെയ്യാം എന്നുള്ള റെസ്പോൺസിബിലിറ്റി ആണ് ഹാഷ് ഇൻക്ലൂഡ് എന്നുള്ളത്. ഹാഷ് ഇൻക്ലൂഡ് stdio.h എന്ന് പറഞ്ഞു കഴിഞ്ഞാല് stdio.h എന്ന് പറയുന്ന ഹെഡർ ഫയലിനെ നമ്മുടെ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇൻക്ലൂഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇപ്പൊ നമുക്ക് ഹെഡർ ഫയൽ എന്താന്ന് പറയേണ്ടി വരും. ഈ ഒരു ഹെഡർ ഫയലായിട്ട് നമ്മുടെ പ്രോഗ്രാമിനെ ലിങ്ക് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഹാഷ് ഇൻക്ലൂഡിന്റെ ഫംഗ്ഷൻ. നമുക്ക് എന്താണ് ഈ ഹെഡർ ഫയൽ നമുക്ക് നോക്കാം. A header file means a set or collection of built-in functions. All header files will have .h extension. എല്ലാ header filesന്റെയും extension .h ലായിരിക്കും എൻഡ് ചെയ്യുന്നത്. അപ്പോൾ header file എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് എപ്പോഴും എടുത്ത് യൂസ് ചെയ്യേണ്ട ഫങ്ഷൻസിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ലൈബ്രറിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യണം, അല്ലെങ്കിൽ സ്കാൻ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് കാണണം ഒരു നമ്പറിൻ്റെ. അങ്ങനെയുള്ള ഫങ്ഷൻസിൻ്റെ പ്രോഗ്രാം കോഡ് റെഡിമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ലൈബ്രറി ആയിട്ട് സി ലൈബ്രറിയിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഹെഡർ ഫയലിനനുസരിച്ച് മാത്രമാണ് നമ്മുടെ പ്രോഗ്രാമിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ stdio.h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈബ്രറിയാണ്, സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്. അതുപോലെ നമ്മുടെ എല്ലാ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസും ഫോർ എക്സാമ്പിൾ സ്ക്വയർ റൂട്ട്, ലെങ്ത്, ലോഗ് കാണുന്നത് ഒക്കെ math.h എന്ന് പറയുന്ന ലൈബ്രറിയിലാണ്. പിന്നെ സ്ട്രിങ്സിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ് ഫോർ എക്സാമ്പിൾ കോൺകാറ്റിനേറ്റ്, ലെങ്ത് ഓഫ് എ സ്ട്രിങ്, അതൊക്കെ നമ്മൾ string.h എന്ന് പറയുന്ന ലൈബ്രറി ഫയലിനകത്താണ്. അപ്പോൾ നമ്മളുടെ ലൈബ്രറി സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് ഒക്കെ ഉള്ള ലൈബ്രറിയുടെ പേരാണ് stdio.h. ആ ഹെഡർ ഫയൽ നമ്മൾ ഹാഷ് ഇൻക്ലൂഡിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഈ ലൈബ്രറി ആയിട്ട് നമ്മുടെ പ്രോഗ്രാമിനെ ലിങ്ക് ചെയ്യണം. അപ്പോൾ ആ stdio.h എന്ന് പറയുന്ന ലൈബ്രറിയിലുള്ള സകല ഫങ്ഷൻസും എടുത്ത് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ലൈസൻസ് നമുക്ക് കിട്ടുകയാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ മെയിൻ ഫങ്ഷൻ ഓഫ് എ ഹെഡർ ഫയൽ. stdio.hലെ സ്കാൻഎഫ്, പ്രിന്റ്എഫ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് യൂസ് ചെയ്യാം നമ്മുടെ പ്രോഗ്രാമിൽ. അതായത് പ്രിന്റ്എഫ് എന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ പ്രോഗ്രാമിൽ ഉണ്ടെങ്കിൽ ഹാഷ് ഇൻക്ലൂഡ് stdio.h എന്ന ഹെഡർ ഫയൽ നിങ്ങളുടെ പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ കൊടുത്തിരിക്കണം. അതുകൊണ്ട് ബൈ ഡിഫോൾട്ട് നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് stdio.h ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാമിനും വെക്കാറുണ്ട്. ഓക്കെ, സോ ഹെഡർ ഫയൽസ് എന്താണെന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ദ മെയിൻ ഫംഗ്ഷൻ. എവറി സി പ്രോഗ്രാം വിൽ ഹാവ് എ മെയിൻ ഫംഗ്ഷൻ. മിനിമം ഒരു ഫംഗ്ഷൻ ഇല്ലാത്ത ഒരു സി പ്രോഗ്രാം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ആ ഉള്ള മിനിമം ഫംഗ്ഷനെയാണ് നമ്മൾ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം സി ഒരു ഫംഗ്ഷൻ ഓറിയന്റഡ് പ്രോഗ്രാമാണ്. നമ്മൾ CPP ഒക്കെ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമാണെന്ന് പറയാറുണ്ട് അല്ലേ? അതുപോലെ
ഇതൊരു ഫംഗ്ഷൻ ഓറിയന്റഡ് പ്രോഗ്രാമാണ്. മിനിമം ഒരു മെയിൻ ഫംഗ്ഷൻ വേണം. ഫംഗ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് സി പ്രോഗ്രാമിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ ആണ് അവിടെ തുടങ്ങുന്നത്. ഇൻറ്റ് മെയിൻ പാരാന്തസിസ്. എല്ലാ ഫംഗ്ഷൻസും നമ്മൾ ഒരു പാരാന്തസിസ് വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത്. പാരാന്തസിസിന്റെ അർത്ഥം എന്താണ്? നമ്മൾ എന്തെങ്കിലും വാല്യൂസ് പാസ് ചെയ്യുന്നുണ്ടോ? ഫോർ എക്സാമ്പിൾ, ഈ ഒരു ഫംഗ്ഷനിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് വാല്യൂ ഒന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് പരാന്തസിസിനകത്ത് വോയിഡ് ആയിട്ട് ഇട്ടേക്കുന്നത്. ഒന്നുമില്ല പരാന്തസിസിൽ. അതേസമയം നമ്മൾ എന്തെങ്കിലും വാല്യൂസ് അതിനോട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വാല്യൂസിന്റെ വേരിയബിൾസ് ഒക്കെ നമ്മൾ ഈ പരാന്തസിസിൽ ഇൻക്ലൂഡ് ചെയ്യും. അതുപോലെ എന്ത് ടൈപ്പ് ഓഫ് വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നത്, അതിന്റെ ഡേറ്റ ടൈപ്പ് ആണ് നമ്മൾ ഈ മെയിനിന് മുന്നേ കൊടുത്തിട്ടുണ്ടാവുക. ഇൻറ്റ്, ഇൻറ്റീജർ. ഓക്കെ. നെക്സ്റ്റ് കംസ് അവർ printf ഫംഗ്ഷൻ. അതായത് പ്രിന്റ് ചെയ്യാനായിട്ട്, ഔട്ട്പുട്ട് ചെയ്യാനായിട്ടുള്ളതാണ് printf ഫംഗ്ഷൻ. നമ്മളുടെ സി പ്രോഗ്രാമിനകത്ത് എല്ലാ എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ്സും നമ്മൾ സെമി കോളൻ വെച്ചിട്ടായിരിക്കും എൻഡ് ചെയ്യുന്നത്. കോമൻസ് ഒക്കെ നമ്മൾ സ്ലാഷ് സ്റ്റാർ, അതുപോലെ എൻഡ് ചെയ്യുമ്പോഴും സ്റ്റാർ സ്ലാഷ്, ഓക്കെ, അല്ലെങ്കിൽ ഡബിൾ സ്റ്റാർ, അല്ലെങ്കിൽ ഡബിൾ സ്ലാഷ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കമൻസ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ കമൻസ് എങ്ങനെയാണ്? അത് എക്സിക്യൂട്ട് ചെയ്യില്ല. നമ്മുടെ കമ്പൈലർ ഈ സ്ലാഷും സ്റ്റാർ ഒക്കെ കാണുമ്പോൾ ഇറ്റ് ഈസ് എ നോൺ എക്സിക്യൂട്ടബിൾ ലൈൻ എന്ന് പറഞ്ഞിട്ട് ജമ്പ് ചെയ്ത് പോകും. നമ്മുടെ സിയിൽ എല്ലാ എക്സിക്യൂട്ട് ചെയ്യുന്ന ലൈനും സെമി കോളൻ നമ്മൾ ഇട്ടിരിക്കണം. സെമി കോളൻ. ഓക്കെ. അതുപോലെ printf എന്ന സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് കിടക്കുന്നത്? അഗെയിൻ ഒരു പാരാന്തസിസിന്റെ ഉള്ളിൽ. കാരണം എന്താണ്? അതൊരു ഫംഗ്ഷൻ ആണ്. ഓക്കെ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫംഗ്ഷനൊക്കെ നമ്മൾ ഒരു പാരാന്തസിസിന്റെ ഉള്ളിലാണെന്ന്. ഇനി ഹലോ വേൾഡ് എന്ന് പറയുന്നതാണ് ഡബിൾ കോട്ട്സിലാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഡബിൾ കോട്ട്സിൽ കൊടുത്തിരിക്കുന്നത് മാത്രമാണ് ആ ഫംഗ്ഷൻ പ്രിന്റ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അപ്പോൾ ഇൻവേർട്ടഡ് കോമാസ് വരുമോ? ഇല്ല, ഇൻവേർട്ടഡ് കോമാസ് പ്രിന്റ് ആവില്ല. ഹലോ വേൾഡ് എന്ന് മാത്രമാണ് പ്രിന്റ് ആവുള്ളൂ. ഓക്കെ. ഇതിനോട് സിമിലർ ആണ് സ്കാൻഎഫ്. അതായത് നമ്മൾ എന്തെങ്കിലും ഇൻപുട്ട് ചെയ്ത് എടുക്കുക യൂസറുടെ കയ്യിൽ നിന്ന്, സ്കാൻ ചെയ്തെടുക്കുന്നതാണ് സ്കാൻഎഫ്. പ്രിന്റ് ചെയ്യുന്നത് ഔട്ട്പുട്ടാണ്. നെക്സ്റ്റ് കംസ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളർ ഫംഗ്ഷന് ഒരു റെസ്പോൺസിനെ റിട്ടേൺ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ഈ റിട്ടേൺ 0 എന്ന് വെച്ചാൽ, അപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മൾ മിക്ക സി പ്രോഗ്രാമിനകത്തും റിട്ടേൺ 0 എന്ന് കാണാം. അതായത് 0 റിട്ടേൺ ചെയ്യാനാണോ എന്ന് അർത്ഥം. അല്ല, 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം സക്സസ്ഫുൾ ആയി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫംഗ്ഷൻ നോട്ട് റിട്ടേൺ ആവും. ഇൻ കേസ് 1 ആണെങ്കിൽ നമ്മുടെ പ്രോഗ്രാം സക്സസ്ഫുൾ ആയിരുന്നില്ല. ഓക്കെ. അപ്പോൾ അതിനാണ് നമ്മൾ റിട്ടേൺ 0 കൊടുക്കുന്നത്. ഇത് ഇല്ലെങ്കിലും ഇറ്റ് വിൽ റിട്ടേൺ ബൈ ഡിഫോൾട്ട്. ഓക്കെ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സ്ട്രക്ചർ ഓഫ് എ സി പ്രോഗ്രാം. നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സി പ്രോഗ്രാം എടുത്തിട്ടാണ് നമ്മൾ അതിനെ അനലൈസ് ചെയ്തത്. മോർ കോംപ്ലിക്കേറ്റഡ് വൺസ് ആർ കമ്മിങ്. അപ്പോൾ ഈ ഒരു ബേസിക് കാര്യങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ ഇത് വളരെ കമ്പൽസറി ആയിട്ട് ഏതൊരു പ്രോഗ്രാമിനും എഴുതേണ്ടതാണ്. പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യനകത്ത് സി പ്രോഗ്രാം എഴുതൂ എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ വരാണെങ്കിൽ മെയിൻ ഫംഗ്ഷനും പാരാന്തസിസും ഡബിൾ ബ്രേസും ഹാഷ് ഇൻക്ലൂഡും ഒക്കെ മസ്റ്റായിട്ടും റിട്ടേൺ 0യും ഒക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇതിൻ്റെ ഇടയിൽ, ഈ ഒരു സ്കെൽറ്റൻ്റെ ഇടയിലാണ് നമുക്ക് വേണ്ട സി പ്രോഗ്രാമിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. സ്ട്രക്ചർ ഓഫ് സി പ്രോഗ്രാം നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. Please let me know your comments, queries, if any, and feedback. Thank you so much.